ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ എന്തായി കാണിക്കാൻ പോന്നെ? മധുര ഇടണ്ട. ആ പഞ്ചസാര പാത്രം അവിടെ വെച്ചിട്ട് കുറച്ചുപ്പ് അങ്ങോട്ടിട്ടെ. പറ്റോ ഇല്ലയോ? ഓ ചെയ്യാമേ. പായസം ഉണ്ടാക്കാൻ എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. എന്നാലേ പെട്ടെന്ന് ഉണ്ടാക്ക. ഇനി അത് ഉണ്ടാക്കി കൊടുത്താ പ്രശ്നം തീരുമെങ്കിൽ അങ്ങ് തീർന്നോട്ടെ. നീ എന്താ മോൾ എങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അത് പരിഹരിക്കാതെ വീണ്ടും വീണ്ടും സംസാരിച്ച്. എന്റെ പൊന്നു ചേച്ചി, ഉപദേശമൊക്കെ മതി. അതെ, ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ നോക്കിയേ. ഇത് എന്നാലും എത്ര നേരം എടുക്കും? ഒരു അരമണിക്കൂർ എടുക്കും. ഇനി അത് തിളയ്ക്കുന്ന വരെ ഞാനിവിടെ കാവല് നിൽക്കണോ അല്ലേ? കണിമംഗലം രാജകുമാരന്റെ അമൃതയത്ത്. കൽപ്പനെ, നമുക്കൊരു പൂരം കാണാൻ പോയാലോ? അത് ഇക്കാലത്ത് എവിടെന്നാ ചെറിയമേ പൂരം? പൂരം കാണാനേ എന്തിനാ പുറത്തു പോകുന്നേ? നമ്മുടെ വീട്ടില് ഇപ്പൊ നടക്കുന്ന വിശേഷാൽ പൂരമല്ലേ? എന്താ ചെറിയമേ, എന്തോ ഒരു കൊളുത്ത് വീണ് കിട്ടിയ പോലുണ്ടല്ലോ. കമ്പനിയിലെ വരുൺ തോറ്റുപോയതിന്റെ ക്ഷീണം മാറ്റാൻ ഏട്ടത്തി ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ആരോട്? പ്രിയങ്കയോട്. വരുണിന് ഇഷ്ടപ്പെട്ട കടല പായസം ഉണ്ടാക്കി കൊടുക്കാൻ. പായസം ഉണ്ടാക്കുന്നത് രാധികയാ. അതുമായിട്ടേ പ്രിയങ്ക ഇപ്പൊ വരുണിന്റെ മുറിയിലോട്ട് പോവും. നമുക്കും വെറുതെ അവിടെ പോയി നിക്കാം. കാണികളായിട്ട് നിക്കുന്നത് ഒരു രസമല്ലേ? നമ്മൾ അവിടെ ഇല്ലെങ്കിലും പ്രത്യേകിച്ചൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിപ്പിക്കാൻ പറ്റും. ശരിയാ, നീ വാ. വീണ് കിട്ടുന്ന അവസരങ്ങളൊന്നും കളയാൻ പാടില്ല. വാ. വരുൺ, ഇത് വരുണിന് വളരെ പ്രിയപ്പെട്ട കടലപ്പായസം ഞാനുണ്ടാക്കിയതാ. ആര് പറഞ്ഞു എനിക്കിത് ഇഷ്ടമാണെന്ന്? അമ്മ. കുഞ്ഞുനാളിലെ ചില ശീലങ്ങളൊക്കെ ഉണ്ടാവും, വലുതാവുമ്പോ അതൊക്കെ മാറുകയും ചെയ്യും. അത് വരുൺ വെറുതെ പറയുന്നതാ. വരുണിന്റെ ശീലങ്ങൾ എന്ത് മാറിയാലും അത് അമ്മയ്ക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. ഇതൊന്ന് കുടിച്ചു നോക്ക്, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറ. എനിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് മറ്റുള്ളവരുടെ ഉള്ളിൽ തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ താൻ ശ്രമിക്കുന്നുണ്ട്. അതെനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയാവുന്ന അത്ര പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു നല്ല മൂഡിലല്ല പ്രിയങ്ക. ഒരു ബഹളം ഒഴിവാക്കാൻ താൻ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. അതെന്താ, നിനക്കത് കുടിച്ചു നോക്കിയാലേ? മോൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതല്ലേ? ഒരു പായസം ഉണ്ടാക്കുന്നതിന്റെ കഷ്ടപ്പാടൊന്നും അമ്മ വിശദീകരിച്ച് പറയണ്ട. എനിക്ക് വേണ്ടാഞ്ഞിട്ടാ. നീ അത് വാങ്ങിച്ചു കുടിക്കുന്നുണ്ടോ? എന്ത് കാര്യത്തിനും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ വരുൺ? ശരി, ഇനിയിപ്പോൾ ഇത് ഞാൻ കുടിക്കാത്തതുകൊണ്ട് ഇവിടെ പുതിയ പ്രശ്നങ്ങളൊന്നും വേണ്ട. തന്നേക്ക്. താങ്ക്സ് വരുൺ. ഒരു കാര്യം ചെയ്യുമ്പോൾ അല്പം വൃത്തിയും വെടുപ്പിലൊക്കെ ചെയ്തുകൂടെ? ഇതിന് മധുരമില്ല. എനിക്കിത് കുടിക്കാൻ പറ്റില്ല.
മധുരം നോക്കിയതാണല്ലോ. അതിന് മധുരം ഉണ്ട്. എന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊന്നും തനിക്ക് അറിഞ്ഞുകൂടല്ലോ. എനിക്കിത് വേണ്ട, അതാ ഞാൻ പറഞ്ഞത്. മധുരം ഇല്ലാത്ത കുഴപ്പമല്ലേ ഉള്ളൂ. അത് കുറച്ച് പഞ്ചസാര ഇട്ടാ മാറുമല്ലോ. രാധികേ, അതെടുത്തോണ്ട് നീ പഞ്ചസാര ഇട്ട് കൊടുക്ക്. എന്താ നീ മടിച്ചു നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? അതെന്തിനാ അവളെ കൊണ്ട് ചെയ്യിച്ചത്? പ്രിയങ്ക മോള് ചെയ്യുമല്ലോ. അവളെ കൊണ്ട് ചെയ്യിക്കുന്നതില് കാര്യമുണ്ടേടത്തി. അത് ഞങ്ങൾ കാണിച്ചു തരും. ചിരഞ്ഞു. ഡീ, നീ എന്തായി കാണിക്കാൻ പോന്നെ? മധുരയിടാൻ. മധുര ഇടണ്ട. ആ പഞ്ചസാര പാത്രം അവിടെ വെച്ചിട്ട് കുറച്ചുപ്പ് അങ്ങോട്ടിട്ടെ. ഉപ്പോ? നീ ഞങ്ങൾ പറയുന്ന കേട്ടാ മതി. ആ ഉപ്പെടുത്ത് അതിൽ കലക്കടി. അല്ല, ഞാൻ ഉപ്പ് ഞാൻ. പിന്നെ നീ എന്താ കരുതിയേ? ഈ കൈപുണ്യം വരുണിന് ബോധ്യപ്പെടാൻ വേണ്ടിയാ ഈ ചുമതല നിന്നെ ഏൽപ്പിച്ചു തന്നോ? വരുൺ നിന്നെ വെറുക്കാനും പ്രിയങ്കയോട് അടുക്കാനും ഇതൊരു നല്ല കാരണമാ. ആ ഉപ്പിന്റെ പാത്രം എടുക്ക്. എടുക്കാൻ. എന്താ അടി നോക്കി നിക്കുന്നേ? അതിലോട്ടാ ഉപ്പിടാൻ. ചെയ്യടി.